അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു അപ്ഡേറ്റ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കിവിടെ ടർബോയുടെ വണ്ടി കിടപ്പുണ്ട്, ഡിലേറ്റിൻ്റെ വണ്ടി കിടപ്പുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാഡ്രാക്കിൻ്റെ വണ്ടി വന്ന് കിടപ്പുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടുതലായിട്ട് അറിയേണ്ടതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഈ ഒരു വണ്ടിയെ പറ്റിയിട്ടാണ്. നമ്മളുടെ വണ്ണസിൻ്റെ പഴയൊരു ദശാവതാർ. ഇപ്പോൾ ഇത് മലപ്പുറത്തുള്ള വൺഡേ എന്ന് പറയുന്നൊരു ടീമിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു പഴയ സ്റ്റിയറിംഗ്. ഇതിൻ്റെ ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സൈഡ് നോക്കുവാണെങ്കിൽ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള ഈ സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ ഇറക്കിയിട്ട് അവിടെ എല്ലാം കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റിയറിങ്. കണ്ടോ? അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ കമൻറ്റ് ഇട്ടിട്ടും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ട്. എനിക്കൊന്ന് ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും നോട്ട് ചെയ്തത് അതാണ്. ഇരിക്കുന്നത് നമ്മളുടെ ആ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു കവറാണ്. അപ്പോൾ എല്ലാം നമ്മൾ അഴിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഇവിടെ പുതിയതായിട്ട് വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലൈറ്റ് നമുക്ക് കാണാം. ഇത് ഇവരുടെ മുമ്പുണ്ടായിരുന്നൊരു വണ്ടിക്കകത്ത് ഇരുന്നതാണ്, അത് അവരും അഴിച്ചെടുത്തു. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് കയറുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പെട്ടുകളും കാര്യങ്ങളെല്ലാം നമുക്കിനി പുറത്തെടുക്കണം. ഇതൊന്നും ഈ വണ്ടിക്ക് അതിന് തിരിച്ച് കയറുന്നില്ല. പിന്നെ ഇവിടെ നമ്മളുടെ സബ് കയറാനുള്ള ആ ഒരു പെട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ ഒരു പെട്ടി വന്നപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം ലുക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മൊത്തത്തിൽ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ആ ക്ലോത്തും കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലോത്ത് അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഈ ഒരു പെട്ടി കയറിയിട്ട് അതങ്ങ് മറിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു ലുക്കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടർബോയുടെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ടർബോയുടെ വണ്ടി കിടക്കുന്ന കാണാം. ബാക്കിൽ ഡിലേറ്റ് കിടപ്പുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഗരുഡ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഡിലേറ്റിൻ്റെയും കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ നമ്മളിനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് നിന്ന് അഴിച്ച സാധനങ്ങളാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടയർ സ്പീക്കറിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അപ്പോൾ അതെല്ലാവരും ഒന്ന് വേണമെങ്കിൽ കണ്ടോ. മൊത്തത്തിൽ ഈ കോട്ടൺ കാര്യങ്ങളൊക്കെ കൊണ്ട് നിറച്ച് വെച്ചേക്കുവാണ് ഈ ഒരു സാധനം. അതിൻ്റെ അകത്താണ് ആ ഒരു സ്പീക്കർ വന്നത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ചെയ്യണം. അകത്തുള്ള പെട്ടിയും കാര്യങ്ങളും എല്ലാം പഴയത് എടുത്ത് വെളിയിൽ വെക്കണം. പിന്നെ ഇതെല്ലാവരും കൊണ്ടുപോകണം കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോയെന്ന്. പക്ഷേ എല്ലാവരും കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളുടെ ദശാവതാർ അവിടെ കിടന്ന് വർക്ക് എടുക്കുവാണ്. അപ്പോൾ ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഡിലൈറ്റിൻ്റെ പുതിയൊരു BS6 സെഡസ്ത്രോ നടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് സബും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് സുഖമായിട്ട് നിന്നിട്ട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സോങ്ങും കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. നല്ല പണി കിട്ടും. എങ്കിലും ഞാൻ അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ കുറച്ച് ബിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ നിൽക്കുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇതിനകത്ത് തൂക്കുലൈറ്റും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതിൻ്റെ എല്ലാം വർക്കിന് വരുന്നതേ ഉള്ളൂ. ഇവിടെ ക്യാബിൻ വർക്കും ചെയ്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം ഓട്ടങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് അവിടെ ക്യാബിനിൽ കൺട്രോളറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാബിനും കാര്യങ്ങളെല്ലാം ഒരു വണ്ടിക്കകത്ത് ഇനി കയറത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ വണ്ടിക്കും അത്യാവശ്യം തിരക്ക് ഓട്ടങ്ങളുണ്ട്. അപ്പോൾ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ക്യാബിനും അതുപോലെ തന്നെ ബാക്കി തൂക്കുലൈറ്റുകളും കാര്യങ്ങളൊക്കെ കയറ്റുന്നതായിരിക്കും. പിന്നെ മാക്സിമം പറ്റുമെങ്കിൽ 1-2 തൂക്കുലൈറ്റുകൾ നമുക്ക് ഇന്ന് നൈറ്റിന് മുമ്പ് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കണം. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആ വർക്ക് അത്യാവശ്യം തിരക്കുള്ള ഷെഡ്യൂളാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം ബാക്കി വണ്ടികളിലോട്ടും കൂടിയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേട്ടില്ലേ, ഇതിൻ്റെ ഒരു ഇടിക്കകത്ത് കർട്ടനും കാര്യങ്ങളൊക്കെ കിടന്ന് നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഏതൊരു ബസ് പ്രേമിയെയും ഒരു കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സംഭവം. ഈ സബിൻ്റെ ഇടിക്കകത്ത് ഇങ്ങനെ നടന്നിട്ട് ഈ കർട്ടനൊക്കെ കുലുങ്ങുന്നതും അതുപോലെ ബോഡിയിൽ നിന്ന് നിറയ്ക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു ബസ്സിനോടൊക്കെ ഇറങ്ങാത്തൊരു ക്രൈസുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, ആരെങ്കിലുമൊക്കെ അതേപോലെ പണി വന്നോണ്ടേയിരിക്കും. മലയാളിൻ്റെ സാമ്രാജ്യം നമുക്ക് മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണാം. അതാണ് ക്യാബ് വർക്ക്. 4 തൂക്കം ഒരു ഫോർവേഡ് ഇല്ലേ? ഓ ഹെവി ഐറ്റം. ഇത് പുതിയതാ, പുതിയ മോഡലാ, ഏളയാ? ഇത് വേറെ അതിന് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണെന്ന് ഈ ഒരു ലൈറ്റ്, ഞാൻ ആദ്യമായിട്ടാണെന്ന്. കൊള്ളാല്ലേ? എല്ലാം പുതിയ ഐറ്റം അല്ല. ഇനി ഞാൻ കാണാത്ത ഞാൻ എന്തായാലും ഈ ലൈറ്റൊക്കെ ആദ്യമായിട്ടാണെന്ന്. ഇത് കൊള്ളാം, ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ ഇട്ട്. ഓ സെറ്റ്, അത് മതി.
അങ്ങനെ മാഡറാക്കിന്ന് വെളി ഇറങ്ങിയിട്ട് നോക്കിയപ്പോഴാണ് ഡിലൈറ്റിൻ്റെ ഗ്ലാസ് കിടന്ന് പറയുന്നത് കാണുന്നത്. അകത്ത് അവർ പാട്ടിട്ട് സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ ഗ്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഒരു വൺ ഡേയുടെ വർക്ക് കഴിഞ്ഞ് പോയിട്ട് വേണം നമുക്ക് ഈ ഒരു ടർബോയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഈ ഒരു വണ്ടിയും ഫുള്ള് വർക്കാണ് വരുന്നത്. ഇവർക്കും അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വേണം ഈ ഒരു വണ്ടിയും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മളുടെ ഒരു വൺ ഡേയുടെ വർക്കിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷനൊക്കെ ഇവിടെ ഇങ്ങനെ അഴിച്ചു വെച്ചിരിക്കുവാണ്. കാരണം അവിടെ എന്തൊക്കെയോ ചെറിയ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. കാരണം ചെറിയ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. കാര്യമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാ ഇവിടെ എല്ലാം ഓരോരോ മെഷീൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവർക്ക് പണിയാനുള്ള ടൂളുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ ഒരു തലപ്പൊക്കൻ ടർബോയുടെ വണ്ടി. ഇവിടെ നമ്മളുടെ വണ്ടിയിലേക്ക് വരാനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പെട്ടി പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മളുടെ വണ്ടിയുടെ ഷോയിപ്പായി. പുള്ളിക്കാരൻ നല്ല ടെൻഷനിലും കാര്യങ്ങളിലൊക്കെയാണ്. കാരണം അവർക്ക് ഇന്ന് നമ്മൾ വൈകുന്നേരം വണ്ടി കൊടുത്തിട്ട് വേണം ഓടി പട്ടാമ്പിയിലെത്താനായിട്ട്. കാരണം വെളുപ്പിന് 3 മണിക്ക് അവർക്ക് പട്ടാമ്പി എന്നൊരു ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വണ്ടി കണ്ടിട്ടാണ് പിള്ളേർ ഈ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേറെ ഒരു വണ്ടിയും പകരം കൊടുത്താലായിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടി നമുക്കിന്ന് വൈകുന്നേരത്തിന് മുമ്പ് വർക്ക് കഴിച്ചിറക്കി നേരെ അവർക്ക് വെളുപ്പിന് 3 മണിക്ക് പട്ടാമ്പിയിൽ എത്തിച്ചു കൊടുക്കണം. അതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബാംഗ്ലൂർ ഹോളിഡേയ്സിൻ്റെ ഓണറാണ്. അതുപോലെ തന്നെ ഒരുപാട് മുതലാളിമാരും സ്റ്റാഫുകളും എല്ലാം ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കാരണം ബിസിനസ് സ്നേഹിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു പ്രത്യേകതര ഇഷ്ടമാണ് ഈ ഒരു വണ്ടിയോടുള്ളത്. അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് പുറത്തുനിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ വർക്കെടുത്ത് പോയിട്ടുള്ള വണ്ടികളുടെ എല്ലാം ഓണർമാർ, സ്റ്റാഫുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിലേക്കുള്ള വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ലെങ്തുള്ള ഈ ഒരു സാധനം ഈ വണ്ടിക്കകത്ത് കയറുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിന്ന് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ എവിടെ നിന്നും ഒരു അശരീരി കേട്ടത്. ആരും പേടിക്കണ്ട, തപസ്യയുടെ 2 വണ്ടികളാണ്. അത് വേറെ എങ്ങും പോകില്ല, ഇവിടെ തന്നെ വരും. ഇല്ലെങ്കിൽ നമ്മളുടെ ചാത്തന്മാർ അവരിവിടെ കൊണ്ടുവരും. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്. ഇതൊക്കെ കോപ്പിറൈറ്റുള്ള പാട്ടുകളായതുകൊണ്ട് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ആർക്കെങ്കിലും കേൾക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ഞാനിരുന്ന് പാടേണ്ടി വരും. അത് അതിനേക്കാളും അപകടകരമായതുകൊണ്ട് ഞാനതും വേണ്ടാന്ന് വെച്ചു. ഒരു സിനിമയിൽ ഇവിടെ പാല് കാച്ചി അവിടെ കല്യാണം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇടത്തെ സൈഡിൽ നമ്മൾ സുഖമായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അർജൻറ്റായിട്ട്. അപ്പോൾ നമ്മൾ നേരെ റൈറ്റ് സൈഡോട്ട് വരുവാണെങ്കിൽ അവർ ലെഫ്റ്റ് സൈഡ് പണിയുന്ന സമയത്ത് റൈറ്റ് സൈഡ് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ഒതുക്കി തീർത്തിട്ട് വേണം ഇവർക്ക് മറ്റേ നേരത്തെ പറഞ്ഞ വെളുപ്പിന് 3 ട്രിപ്പ് എടുക്കാൻ പോകാനായിട്ട്. അതിൻ്റെ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഒന്നുകൂടെ പർച്ചേസ് മാനേജറാന്ന് പറയുന്ന ഒരു പറയണമെന്ന് പറ. അതെടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കാണിച്ചാണ് നമ്മളുടെ സംഗീത ഓഡിയോസിൻ്റെ പർച്ചേസിങ് മാനേജർ എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ മെയിൻ മേൽനോട്ടം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെട്ടുകളെല്ലാം നമുക്ക് വെളിയിലെടുത്ത് വെക്കണം. ഇതൊന്നും എൻ്റെ വണ്ടിക്കകത്ത് തിരിച്ച് കയറുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്തു നിന്നുള്ള പെട്ടിയോ സബ് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനായിട്ട് വല്ലതും പ്ലാനുണ്ടോ, സെയിലിന് വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാണിത്. ഇവരെല്ലാം കൊണ്ടുപോവുകയാണ്. കാരണം ഇവർക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവർക്ക് 3 മണിക്ക് മറ്റേ ട്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അവിടെ എത്താറാകുമ്പോഴത്തേക്ക് എന്തോ ഒരു ജീപ്പ് എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം ഡിക്കി കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആ ഒരു വണ്ടിയിലോട്ട് മാറ്റിയിട്ട് ഇവരുടെ കരയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. ആരാന്ന് വെച്ചാ എടുത്തോ. മാൻഡ്രാക്ക്, അത് മാൻഡ്രാക്ക്. പൈസ നോക്കിയില്ല, പുത്തൻ ടയർ വാങ്ങിച്ച് അതിനകത്ത് സാധനം കയറ്റി.
ഇവിടെ നമ്മളുടെ ബിനിച്ചേട്ടനും അഖിലും പ്രിയനും കൂടി ചേർന്നിട്ട് നമ്മളുടെ പഞ്ച് ബോക്സിൻ്റെ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 2 സൈഡിലായിട്ട് വേറെയും പെട്ടികൾ കയറാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതവിടെ ഒന്ന് ഉറപ്പിച്ചെടുക്കണം. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആ സൈഡിൽ കയറാനായിട്ടുള്ള പെട്ടിയാണ്. മെയിനായിട്ട് നടുക്ക് 2 സബ് വരുന്നൊരു പെട്ടി, പിന്നെ ലെഫ്റ്റ് റൈറ്റും അതുപോലെ 2 സബ് വരുന്ന ഓരോ പെട്ടികൾ വീതം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ ബാക്കി സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ ഇനിയും വേറെ ഐറ്റങ്ങൾ കയറാനുണ്ട്, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു വണ്ടിക്കകത്തോട്ട് കയറ്റുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മെനക്കെട്ട ടാസ്ക്കാണ്. അങ്ങനെ അവരൊരുവിധം അത് കയറ്റി. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് നല്ല വെയിറ്റ് ആണെന്ന്. അപ്പോൾ ഈ 2 പേര് താങ്ങി പിടിച്ചെടുക്കുന്നത് തന്നെ വലിയ കാര്യം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സാധനത്തിന്. ഇനി അത് കൊണ്ടുപോയിട്ട് ബാക്കിൽ ക്ലാമ്പും കാര്യങ്ങളെല്ലാം അടിച്ച് അത് ഇനി അവിടെ പിടിപ്പിക്കണം. അതാണ് അടുത്ത ടാസ്ക്. പട്ടാമ്പി വെളുപ്പിന് 3 മണിക്ക് കൊടുക്കണം. നല്ല പാടാം. വർക്കിൻ്റെ കാര്യം പിള്ളേർ എടുത്തവർ പറഞ്ഞിട്ടില്ല. ഈ ഒരു ലൈറ്റ് അവരുടെ മുമ്പത്തെ ഒരു വണ്ടിക്കകത്തിരുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് കയറ്റാനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇതിന് നമുക്ക് അവിടെ ക്ലാമ്പും കാര്യങ്ങളെല്ലാം അടിച്ച് അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബാക്കിൽ ഇരിക്കുന്ന ഈ ഒരു ഫോർ ഹെഡ് ലേസർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് മാറ്റുന്നുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് അടിക്കുന്ന ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ലൈറ്റ് അവിടെ കയറ്റാനായിട്ട്. പിന്നെ ഇതിന് പുറമെ വേറെ തൂക്ക് ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഫോർഹെഡ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നു കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വീഡിയോ ഒന്നും ആരും അങ്ങനെ ഒറ്റയടിക്കിരുന്ന് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ 2 പാർട്ടാക്കിയായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് ഈ ഒരു വണ്ടിയിലെ ബാക്കി വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരുന്നതാണ്. അധികം ഞാനേ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. അതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.